ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലാവിൽ എഴുതിയ പ്രണയം പാർട്ട് 6. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇരുട്ടിൽ നിന്നും പുറത്തു വന്ന ആൾ ചിരിച്ചുകൊണ്ട് ആദിത്യനെ നോക്കി നിന്നു. ഒടുവിൽ നീ ഇവിടെ എത്തിയല്ലോ, അവൻ പറഞ്ഞു. നിങ്ങൾ ആരാണ്? ആദിത്യൻ ദേഷ്യത്തോടെ ചോദിച്ചു. അയാൾ മെല്ലെ തൻ്റെ മുഖംമൂടി അഴിച്ചു മാറ്റി. ആ മുഖം കണ്ടതും ആദിത്യൻ ഞെട്ടിപ്പോയി. നിങ്ങൾ? അത് നന്ദനയുടെ ഏട്ടൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അഭിനവിനെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, അയാൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പരാജയപ്പെട്ടു. അവൻ്റെ മരണത്തിന് പിന്നിൽ ഒരാൾ മാത്രമല്ല, ഒരു വലിയ സംഘമുണ്ട്. ആദിത്യൻ കയ്യിലുണ്ടായിരുന്ന ഫയൽ മുറുകെ പിടിച്ചു. അവരാരാണ്? അയാൾ ഒരു പേര് പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടു. അയാൾ ആദിത്യൻ്റെ മുന്നിലേക്ക് വീണു. മരിക്കുന്നതിന് മുമ്പ് അവൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു, വിശ്വസിക്കരുത്. ആരെയാണ്? ആദിത്യൻ ഉറക്കെ ചോദിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാൾ കണ്ണുകൾ അടച്ചിരുന്നു. അതേസമയം ആദിത്യൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അടുത്തത് നന്ദനയാണ്. ആ സന്ദേശം വായിച്ച ഉടൻ ആദിത്യൻ വീട്ടിലേക്ക് ഓടി. പക്ഷേ നന്ദനയുടെ വീട്ടിലെത്തി നോക്കിയപ്പോൾ വീട്ടുവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് ആരുമില്ല. മേശാപ്പുറത്തൊരു കത്ത് മാത്രം. അതിലെഴുതിയിരുന്നത്, നന്ദന ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്. ആദിത്യൻ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. എല്ലായിടത്തും നിശബ്ദത. മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു കത്ത് തുറന്നു. അതിലൊരു മേൽവിലാസവും സമയവും. ഇന്ന് രാത്രി 10 മണിക്ക് ഒറ്റയ്ക്ക് വരണം, അല്ലെങ്കിൽ നന്ദന മരിക്കും. ആദിത്യൻ ഒരു നിമിഷം പോലും വൈകിച്ചില്ല. അവൻ നേരെ പുറപ്പെട്ടു. വിലാസം ഒരു പഴയ ഫാക്ടറിയുടേതായിരുന്നു. അവിടെ എല്ലായിടത്തും ഇരുട്ടു മാത്രം. അകത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആദിത്യ, അത് നന്ദനയുടെ ശബ്ദമായിരുന്നു. അവൻ അകത്തേക്ക് കയറി. കസേരയിൽ കെട്ടിയിട്ട നന്ദനയെ അവൻ കണ്ടു. അവളുടെ മുന്നിൽ ഒരു മനുഷ്യൻ പുറകോട്ട് തിരിഞ്ഞു നിന്നിരുന്നു. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അയാൾ പറഞ്ഞു. അവൻ പതിയെ തിരിഞ്ഞു. ആ മുഖം കണ്ടതും ആദിത്യൻ ഞെട്ടി. നിങ്ങൾ? അത് അഭിനവിൻ്റെ അച്ഛനായിരുന്നു. നന്ദന കരഞ്ഞുകൊണ്ട് വിളിച്ചു. ആദിത്യ, സൂക്ഷിക്കൂ, ഇതൊരു കെണിയാണ്. അപ്പോഴേക്കും ഫാക്ടറിയുടെ വാതിലുകൾ ശക്തിയായി അടഞ്ഞു. മുകളിലെ ടൈമർ ഓണായി. 9:59, 9:58, 9:57. ആദിത്യ നന്ദനയെ നോക്കി. ഇനി 10 മിനിറ്റിനുള്ളിൽ എന്തും സംഭവിക്കും. ടൈമറിലെ അക്കങ്ങൾ വേഗത്തിൽ കുറയുകയായിരുന്നു. ആദിത്യ നന്ദനയുടെ കയ്യിലെ കയർ അഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ഇരുമ്പ് ചങ്ങല കൊണ്ടായിരുന്നു പൂട്ടിയിരുന്നത്. അഭിനവിൻ്റെ അച്ഛൻ ഉറക്കെ ചിരിച്ചു. ഇന്ന് നിങ്ങളുടെ കഥ അവസാനിക്കും. ആദിത്യൻ ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു. എന്തിനാണ് ഇതെല്ലാം, അവൻ ചോദിച്ചു. ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അഭിനവിൻ്റെ മരണം ഒരു അപകടമല്ല, പക്ഷേ അതിന് പിന്നിൽ ഞാനുമില്ല. ആദിത്യൻ ഞെട്ടി. അപ്പോൾ ആരാണ്? അയാൾ ഒരു ഫോട്ടോ ആദിത്യന് നേരെ എറിഞ്ഞു. ഫോട്ടോയിൽ നന്ദനയും അഭിനവും ഒപ്പം മറ്റൊരാളുമുണ്ടായിരുന്നു. ആ മുഖം കണ്ടതും നന്ദന വിളിച്ചു പറഞ്ഞു, ഇല്ല, അത് സത്യമല്ല. ടൈമറിൽ സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദിത്യൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആ ഫോട്ടോയിലെ മൂന്നാമത്തെ ആൾ അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അടുത്ത പാർട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.